ഹലോ, നമുക്കിന്നൊന്ന് ലോകനാർ കാവൽ പോയിട്ട് വന്നാലോ? ഞാനും ലച്ചുമോളും അമ്മയും അച്ഛനും അച്ചുവാവയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളതേ ലോകനാർ കാവിലെത്തി. ലച്ചുമോളെ എടുത്ത് ഞാൻ നടക്കുന്നതാണ് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി. ലോകനാർ കാവ് കേരളത്തിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതെ, അച്ചുമോനൊരു കുഞ്ഞു ആനയെ കണ്ട് അവിടെ നിന്നു. ലച്ചുമോൾ അമ്മയെ തൊഴുത് ഭഗവതിയെ തൊഴുത് മടങ്ങി നമ്മളിത് നേരെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ 3 പ്രതിഷ്ഠകളാണ്. 1 ഭഗവതി, 2 ശിവൻ, 3 മഹാവിഷ്ണുദേവനാണ്. നമ്മൾ ഈ ഇറങ്ങി പോകുന്നത് ശിവക്ഷേത്രത്തിലേക്കാണ്. അച്ഛൻ ഫുള്ള് കളിയാണ്. ശിവക്ഷേത്രവും തൊഴുത് മടങ്ങി നമ്മളിത് വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ആ വിഷ്ണു ക്ഷേത്രത്തിലെത്തി തൊഴുത് നിന്നതേ ഓർമ്മയുള്ളൂ. മഴ അങ്ങോട്ട് തിമിർത്ത് പെയ്യായിരുന്നു. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് കുറച്ചു നേരം അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്തോ ഒരു രസമായിരുന്നു ആ മഴയത്ത്. സന്ധ്യ നേരത്ത് അവിടെ അങ്ങനെ നിൽക്കാം. മഴ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, തിമിർത്ത് പെയ്യായിരുന്നു മഴ. അച്ഛമ്മ കുറച്ചു നേരം മഴയത്ത് നിന്നതേ ആ ഇറയത്തെ വെള്ളത്തിലൊക്കെ കളിച്ചു. എന്നോട് കുറേ പ്രാവശ്യം ചോദിച്ചു ഞാൻ മഴയത്ത് ഇറങ്ങിക്കോട്ടെ, തല ഞാൻ പനയെ വെച്ച് തോർത്തിക്കോളാന്നൊക്കെ. ഞാൻ വിട്ടില്ല. എങ്ങാനും പനിച്ചാലോ സ്കൂൾ തുറക്കുകയല്ലേ. അപ്പോൾ അതേ മഴ ആസ്വദിച്ച് ഞാൻ അവിടെ അങ്ങനെ നിന്നു. കണ്ടില്ലേ എന്ത് ഭംഗിയാ മഴ ഒക്കെ ഒന്ന് തോർന്നപ്പോൾ ഞാനും അമ്മയും അച്ഛമോനും കൂടെ നടന്ന് നീങ്ങി. അച്ഛമോൻ അവിടെ ആകെ അമ്പലം മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ ലച്ചുമോളെ എടുത്ത് നടന്ന് ഞാനും നടന്നു. പിന്നെ അതേ വീട്ടിലേക്ക് പോവായി. ഇത്തിരി ദൂരേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ലോകനാർ കാവിലേക്ക്. ഇത് അമ്മ പോകുന്ന വഴിയാണ്. അതായത് കാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശിവഭഗവാന്റെ